അപ്പൊ ഗൈസ് നമ്മളെവിടെ പോകുന്ന ഷോമനെ എടാ ഊട്ടിയിൽ ആരെ കാണാൻ പോവാ? എൻ്റെ ഓളെ കാണാൻ പോവാ. ഇപ്പോൾ ഊട്ടിയിലേക്ക് പോകണം ഗൈസ്. ആൻസൈറ്റി ഡിസോർഡർ ഉള്ള മമ്മി. എക്സ്ക്യൂസ് മീ. യെസ്. അപ്പൊ ഞങ്ങള് ഗൂഡല്ലൂര് അടുത്തെത്താൻ അയക്കുന്ന ചുരത്തിലാണ്. ഭയങ്കര ബ്ലോക്കാ അല്ലേ? എന്താ ബ്ലോക്കിനെ പറ്റി പറയാനുള്ളത്? ബ്ലോക്ക് താമരശ്ശേരി ചുരത്തിന് അത്ര ബ്ലോക്ക് ഇവിടെ ഇല്ല. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ട് ആ ബ്ലോക്ക് ഇവിടെ ഇല്ലാന്നില്ലേ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല. കുറേ ടൂറിസ്റ്റ് വണ്ടികൾ തന്നെ ഉള്ളത്. പെരുന്നാൾ പിറ്റേന്നായതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. മുമ്പിലൊക്കെ ഉള്ള ഇതിൽ കുറേ ചെറിയ മക്കളുണ്ട്. എല്ലാവരും ഞാനും ഷോമോനൊക്കെ ടാറ്റ എടുത്തില്ല. ഷോമോനെ എന്താ അഭിപ്രായം? എന്താ വിശേഷം? നല്ല അഭിപ്രായം. ബ്ലോക്കായില്ലേ? എല്ലാ വണ്ടിയും മറ്റേ പാൻസർ എടുത്ത് ഇട്ടാലോ, കത്തിച്ചാലോ, വൈസിറ്റിത്തെ പോലെ. എന്താ എനിക്ക് പറയാനുള്ളത്? ഇവിടെ തന്നെ ടെൻ്റ് അടിച്ചാലോ നമുക്ക്? കയറിയിട്ട് അടിക്കല്ലേ? ഓക്കെ, ബൈ ദ ബൈ. ഹലോ ഗൈസ്, ശരിക്കും ഞങ്ങളിന്നൊരു 1:30 ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഇപ്പം സമയം 2 മണി. അപ്പോൾ സംഭവം ബ്ലോക്ക് ചെയ്യുന്നു. ഏകദേശം 12 മണിക്കൂറോളം ബ്ലോക്ക് കിടന്ന്. നമ്മൾ മാത്രമല്ല, ഒരു 1000-ഓളം വണ്ടി, അതിന് കൂടുതലുണ്ടാവും. ഇപ്പോൾ ഊട്ടിൻ്റെ ഒരു തൊട്ടടുത്ത് വരെ എത്തി. അപ്പോൾ ഭയങ്കര തണുപ്പുണ്ട്. ഞാനും താങ്കളുടെ പേര് പറയും. തല എവിടെ? ഇരുട്ടത്ത് കിടക്കുന്നുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വേഗം പറയും, പെട്ടെന്ന് പറയും, സമയമില്ല. ഇതിൽ കാണുന്നുണ്ടോ അറിയില്ല. ഉപ്പക്കും ഉമ്മക്കും ഒരു ടെൻ്റ് അടിച്ചു കൊടുത്തു. ഇവിടെ ഒരു പഴയ സ്കൂളുണ്ട്, അവിടെ അത്യാവശ്യം സേഫ്റ്റി ആക്കിയിട്ട് ഇന്ത്യയിലെ ട്രാവൽ ടെൻ്റ് അടിച്ചു കൊടുത്തു. അതിനോട് വീട്ടുകാർക്ക് ഉപകാരം ഉണ്ടായ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരാടെ സേഫാക്കി ഞാനും അതിനും കാറിൽ കിടക്കുകയാണ്. ഊട്ടിയിലേക്ക് ഇനി 2-3 കിലോമീറ്ററേ ഉള്ളൂ. ഇനിയിപ്പോൾ ഏതായാലും 2:30-3 മണീൻ്റെ അടുത്താവാനായി. ഏതായാലും നാളെ കാണാൻ വല്ലാത്തൊരു തിരക്കായിപ്പോയി. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി. എനിക്ക് കാറ് അറിയാം, പക്ഷേ ഓടിക്കാനുള്ള ടൈം അങ്ങനെ കിട്ടില്ല. പക്ഷേ ഇതൊരു 1.5 കിട്ടലായിപ്പോയി. ഫുള്ള് ബ്ലോക്കും ഫുള്ള് ചുരവും ഫുള്ള് എന്താ പറയുക, റിസ്കി ആയിട്ടുള്ള. ഏതായാലും നാളെ ഇനി കാണാം. ബൈ. അപ്പോൾ നമ്മൾ ഊട്ടീൻ്റെ ഒരു 2-3 കിലോമീറ്റർ അടുത്താണ്. രാത്രി വലിയ സീനൊന്നുമില്ല. ഞാനിങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ഒരു കുഴപ്പമില്ല. അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട്, അതായത് വലിയ തണുപ്പൊന്നുമില്ല. പക്ഷേ നാട്ടിലത്തെ ചൂടൊക്കെ നമ്മൾ ഇത്രയും തണുപ്പ് പ്രതീക്ഷിക്കുന്നില്ല. രാവിലെ എണീച്ചപ്പോൾ ആകെ എല്ല് കോച്ചും തണുപ്പ് ഭയങ്കരമായിട്ട്. ഞാനിതൊക്കെ വാരി എടുത്തിട്ട് ഇവിടെ വന്ന് അധികം ആൾക്കാരും പ്രിപ്പയർ ചെയ്തിട്ടില്ല. പിന്നെ രാത്രി 12 മണിക്ക് വന്ന ആൾക്കാർക്കൊന്നും തീരെ ബ്ലോക്കില്ല കേട്ടോ. നാട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങിയവർക്ക്, നമ്മളെപ്പോലെ നേരത്തെ ഇറങ്ങിയവർക്ക് പണി കിട്ടിയത്. കോടമഞ്ഞുണ്ട്. ഇതായിട്ട് ആകെയുള്ളൊരു ബാത്റൂം, ഒറ്റ ബാത്റൂമേ ഓപ്പൺ ഉള്ളൂ. അവിടെ ഒരു 10-30 ആൾക്കാരെ വരിയുണ്ട്. ബാത്റൂമിൻ്റെ ഒക്കെ ഒരു വില. മുമ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് യാത്ര ചെയ്തപ്പോൾ പൂരി ബീച്ചിലെ ബാത്റൂമിൽ വരിയുന്ന എനിക്ക് ഓർമ്മ വരുന്നത്. 3 മണിക്കൂറാണ് വരിയുന്നത്. എന്നിട്ട് ടോയ്ലറ്റ് പോകാൻ. മണാലി ഫീലാട്ടോ ഇവിടെ ഉള്ളത്. ഭയങ്കര തണുപ്പ്. എൻ്റെ നാട്ടിലത്തെ ചൂട് വെച്ചിട്ട് ഇവിടെ അത്രയും തണുപ്പുണ്ട് നമുക്ക് തോന്നില്ല. എല്ലാവരും ആ ചൂടുവെള്ളത്തിൽ എന്തോ ചായച്ചെമ്പിൽ കൈയിട്ടിട്ട് ചൂടെടുക്കുക. ഇതേതോ ഗവൺമെൻറ് സ്കൂളാണ്. അവിടെയാണ് നമ്മൾ കിടക്കുന്നത്. ഇന്നലെ കാറ് വിടായിരുന്നു. രാത്രി ഒരു 3 മണിയായപ്പോൾ പോലീസുകാർ വന്നിട്ട് ഭയങ്കര സീനാക്കി. അപ്പം ഞാൻ ഷോമനോട് അത് മാറ്റി. അങ്ങനെ ഒടുവിലെത്തിയില്ലേ? എങ്ങനെ ഇന്നലത്തെ എക്സ്പീരിയൻസ്? ബ്ലോക്ക് എങ്ങനെ എത്ര മണിക്കൂർ എടുത്ത് അവിടെ എത്താൻ? സാധാരണ എത്ര എടുക്കല്? 3 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 8 മണിക്കൂർ. നമ്മള് അതേപോലെ 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 12 മണിക്കൂർ. സീന്. നമ്മളുടെ ഇത്തിരിയും കൂടി ഉണ്ട് പെട്രോൾ പമ്പ് പോകാനുള്ള. അപ്പം അതാണ് അവസ്ഥ. അപ്പം ഇന്നലെ
ആരും രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല, പകരം ഈ വർത്തായിക്കൊക്കെ കഴിച്ചാണ്. എന്താ ഷോമോനില്ലേ കിടക്കുന്നുണ്ട്, അവനെ ലോക്കാക്കി കിടന്നോളാൻ പറഞ്ഞ. മിസ്റ്റർ ഷോമോൻ, മിസ്റ്റർ ഷോമോൻ പാവം, അവനെന്തായാലും ഇതില്ല അവിടെ കിടന്ന്, ഞാൻ അവിടെയും കിടന്ന്. അവന് നല്ലോണം കിടക്കാൻ പറ്റിയില്ല, ഇന്ന് കിടക്കുന്നുണ്ട് അവന്. അയ്യോ ഇതെന്താണോ ഇത്ര തണുപ്പ്, ഇത് തീരെ പ്രതീക്ഷിക്കില്ല കേട്ടോ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ചിലപ്പോൾ കാണുമ്പോൾ വീഡിയോക്ക് വേണ്ടി വരച്ച് കളിക്കുന്നതൊന്നും അല്ല, ഒടുക്കത്തെ തണുപ്പാ. ഇതൊരു അടിപൊളി സാധനം കേട്ടോ. മിനറൽ വാട്ടർ ആണെന്നാണ് ഇത് പറയുന്നത്. അത്യാവശ്യം പൊടിയാണെന്ന് തോന്നുന്നു, നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം വായിലൊക്കെ ഇട്ട് കഴിക്കുക, വേറെ പ്രശ്നമൊന്നുമില്ല. അവിടെ ഒരു കോഴി നിൽക്കുന്നുണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സാധനം, റോസ്റ്റർ. വൈകുന്നേരം വീട്ടുകാരൊന്ന് പോയി തപ്പട്ടെ. എവിടെ കുറച്ച് ചെക്കന്മാരുണ്ട് കേട്ടോ, നമ്മൾ ഇന്നലെ കയറി കിടക്കുന്നുണ്ട്. കുറച്ച് ചെക്കന്മാരും കയറി, മലപ്പുറത്തുള്ള ടീംസാണ്. ഗുഡ് മോർണിംഗ് കുരുക്കളെ ഭാര്യ, ഇതാ വ്ളോഗ് ടാറ്റടി ഒന്നുമില്ല, ടാറ്റടി ഇത് നിങ്ങൾ കാണൂല, പേടിക്കണ്ട. ഈലാട്ടോ കിടന്നത്, ഉമ്മ ഇപ്പയുണ്ട് അവിടെ, നിങ്ങളെ പുറത്തേക്ക് കാണില്ല. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ എക്സ്പീരിയൻസ്? അതെ, ഓക്സിജൻ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയും, എങ്ങനെയുണ്ട് ഇന്നലത്തെ യാത്ര എക്സ്പീരിയൻസ്? എങ്ങനെ തണുപ്പ് നല്ലോണം അല്ലേ? ഇത് മേടിക്കണ്ട, നിങ്ങൾ നല്ലോണം. എന്താ എങ്ങനെയുണ്ട് ഇന്നലത്തെ? തണുപ്പുണ്ടോ മമ്മി? തണുപ്പില്ലാതാണോ എടുക്കണ്ടാന്നാണോ? തണുപ്പില്ലേ ഇതൊന്നും ഉണ്ടാത്ത? എങ്ങനെയുണ്ട് തണുപ്പ്? ഉഷാറോ? നിങ്ങൾക്കല്ലേ എന്നെ ചൂട് പറ്റാത്ത നാട്ടിലത്തെ? എങ്ങനെയുണ്ട് അവസ്ഥ? ഇങ്ങോട്ടേക്ക് ഇവിടെ നല്ല വ്യൂ. എങ്ങനെയുണ്ട് ഊട്ടി? ഇന്നലത്തെ ബ്ലോക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ തന്നെ നിന്നാ മതിന്നോ? ആ എന്നാ ഞാൻ ഐസ് പൊട്ടിച്ചെടുക്ക. ഷോമോൻ ടെന്റ് മടക്കി വെക്കാൻ വാ. എണീക്കണോ? തണുത്ത് കുറച്ച് ഇരിക്കുന്നുണ്ടേ. എന്താണ് വാടോ? ആ ഇതെന്താണോ വവ്വാലോ? ഇതെന്താ അവസ്ഥ? ഇതെന്താ പെൻകിനോ? ഇതെന്താ? ആ അപ്പൊ കോഴിമുട്ട നമ്മള് ഫുൾ പ്രോട്ടീൻ വാങ്ങി കുറച്ച് പൊട്ടി കളിക്കേണ്ട ആവശ്യമുണ്ടോ? മാങ്ങ റെഡിയാ. ഇങ്ങനെ ഇട് വൈബിട്, ഇങ്ങനെ ഇടി പിടിച്ചോ. ആ കുറേ കോഴിമുട്ട പൊട്ടിപ്പോയിരുന്നു. പക്ഷേ നല്ല റൗണ്ടൊക്കെ അടിക്കും. നല്ല ബേക്കിലെ മല കാണിച്ചെടുക്കട്ടോ. ഇങ്ങനെ പൊട്ടിക്കണൊക്കെ എടുക്കും. പ്രോട്ടീൻ തണുപ്പായിട്ട് ഉടഞ്ഞിട്ടുന്നില്ലടാ. അടിച്ചിട്ട് ഉടയാത്ത. അപ്പോൾ നല്ല പ്രോട്ടീനോളോ ഇത് നമ്മൾ തകർക്കും. ഈ നല്ല കലങ്ങിയുള്ള പ്രശ്നം എന്താ അറിയോ? ഉപ്പിനൊരു ഒരുമാതിരി തീയില്ല. പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ തന്നെ. അപ്പോൾ സംഭവം സിമ്പിളാണ്. കോഴിമുട്ടയും ബ്രെഡും നമ്മൾ എന്താ പറയുക, ബ്രെഡ് നിർബന്ധമല്ല, കുട്ടികൾക്ക് 1-2 ബ്രെഡ് അടിക്കുക. ബ്രൗൺ ബ്രെഡായ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കോഴിമുട്ട നല്ല അടിപൊളി പ്രോട്ടീനുള്ള സാധനമാണ്. നമുക്ക് ഇന്ത്യൻ ഡയറ്റിൽ പ്രോട്ടീൻ ഭയങ്കര കുറവാണ്. കൂടുതൽ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, അത്ലറ്റ്സൊക്കെ പ്രോട്ടീൻ ഇന്ത്യയിൽ കഴിക്കുള്ളൂ. പക്ഷേ എല്ലാ മനുഷ്യന്മാർക്കും ബോഡി വെയിറ്റ് ഇപ്പോൾ ഒരു 100 കിലോ ആണെങ്കിൽ 100 ഗ്രാമെങ്കിലും മിനിമം ഒരു മെയിൻ്റനൻസിന് ഇളകാത്ത ആളാണെങ്കിൽ വേണം. അപ്പോൾ അതിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് എല്ല് തേയ്മാനം വരും, മസിൽ വേദന വരും, സ്ട്രെങ്ത് കുറയും. സോ കോഴിമുട്ട നല്ല പ്രോട്ടീനും ഇതിലെ കിട്ടും.
ബ്രെഡ് ചൂടാക്കാനുള്ളതാണ്. ഓക്കെ സോമൻ, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, മുടിഞ്ഞ ടേസ്റ്റാണ്. കോഴിമുട്ട എപ്പോഴും ഓവർ കറമ്പുറം ആക്കാതാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മങ്ങൊക്കെ വെച്ചിട്ടോ. വൈബ് സുഖം. കോഴിമുട്ട സെറ്റ് ആയിട്ടോ, ഇതാണ് മാൻ vs വൈൽഡ്. മൂപ്പര് ഏത് സാഹചര്യത്തിൽ സർവൈവ് ചെയ്യുന്ന നമ്മളെ ഒരു ഗുരുവാണ്. അപ്പം തിന്നുന്ന മുതൽ അത് പുറത്ത് പോകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും മൂപ്പര് നമുക്ക് സർവൈവൽ മെത്തേഡുകൾ പഠിപ്പിച്ചു. എങ്ങനെ തല്ലാം, എങ്ങനെ തടവാം, എല്ലാം. എൻ്റെ ഷാമ്പു മുമ്പിലിട്ട് ഡാഷിലുണ്ട്, ഷോൻ ഓഫില്. അല്ലടോ, ബ്രെഡും കൂട്ടിയിട്ട് പൊട്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ബൈ ബൈ. എങ്ങനെയുണ്ട് പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ്? അച്ഛ 3 അച്ചക്ക് കഷ്ണം പുറത്തു പോയി വയറ്. അപ്പോൾ ടോട്ടൽ ഒരു 10-20 കോഴിമുട്ടൻ്റെ മൊത്തത്തിൽ എടുത്തിട്ടാണ് നമ്മളിതാ എല്ലാവരും കഴിച്ചത്. മസിലിൻ്റെ ഏകദേശം ബൈസെപ്സ് ട്രൈസെപ്സ് കൂടി ഇഷ്ടം കൊണ്ട്. പവർ ഓഫ് കോഴിമുട്ട. പിടിച്ചോളി പിടിക്കേ കഴിയാൻ എന്നാ മർത്തി. ഈ ചെങ്ങ എന്താ പരിപാടി? തണുക്കേ, ഇനിയും തണുക്കേ. അവിടെ ഒരു ടീം പുകച്ചുണ്ടായിക്കൊണ്ടിരിക്കുക പാവങ്ങൾ. അവരോട് ഗ്യാസ് മേൽ ഉണ്ടാക്കട്ടെ വെച്ചാൽ പറഞ്ഞതല്ലോ ഒരു കഥ. വൈബ് കത്തിയാൽ മതിയായിരുന്നു. ഒന്ന് മസിൽ കാണിച്ചു തരുമോ പ്ലീസ്? ഓ മൈ ഗോഡ്, നാച്ചുറൽ ബോഡി ബിൽഡിംഗ്. ഇത് പഴയൊരു എക്സ് ജിമ്മനാണ്, പക്ഷെ ഇപ്പോൾ ഭയങ്കര ജാടെ കാണിച്ചിട്ടില്ല. സൂടായിരുന്നു. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ വലിയ ഇഷ്ടമില്ല ഒരാളെ. വീട്ടിൽ നിന്ന് ഭയങ്കര പോസിങ്ങാണ്. ഞാനെനിക്കും ഒരു പോസ്, ഉറങ്ങുമ്പോൾ വേറൊരു പോസ്, അല്ലേ? ചോറുന്നുമ്പോൾ വേറൊരു പോസ്. ഇങ്ങനെയൊക്കെ ചോറുന്ന ഒരാളാണ്. അങ്ങനെ കാഫ കെട്ടിട്ട് ചവിട്ടിട്ടൊക്കെ തിന്ന ഒരാള്. നോമ്പ് ഗാർഡൻ തോലെ വെച്ചേനെയോ ആരെങ്കിലും ഇത് കാണിക്കും. ഓൾഡ് കാട. ഓക്കെ, യെസ്, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കമാൻ അഗൈൻ, സെക്കൻഡ് പാർട്ട്. ദിസ് ഈസ് കട്ടിംഗ്. സ്നേഹമുള്ള പാർട്ട്ണർ, ഞങ്ങൾക്കൊന്നും തരാണ്ട് സ്വന്തം ഭാര്യക്ക് കൊണ്ടേ കൊടുക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. ഭാര്യ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓമനിച്ച് കൊടുക്കുന്ന അപൂർവ രംഗമാണ്. അപൂർവമല്ല, സ്ഥിരമുള്ള രംഗം. ഞങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് അല്ലേ? ഞങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ്. ഉമ്മല്ല മെയിൻ. അയ്യാരിച്ച് ഞങ്ങൾ ജനിക്കുന്ന അന്ന് മുതൽ നിങ്ങളെ കാണൽ തുടങ്ങി. നിങ്ങളൊരു 18 രൂപ അല്ല കാണൽ തുടങ്ങി. അപ്പൊ ഞങ്ങളെ ബന്ധങ്ങളിൽ ഏറ്റവും സീനിയർ, മനസ്സിലായി? ഞങ്ങൾ ജനിക്കുന്ന അന്ന് വരെ നിങ്ങളെ കാണുന്നുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു കരാറും ഇല്ല. ഇത് ഇവിടുത്തെ കക്കൂസിന്റെ അവസ്ഥ കേട്ടോ. ചെറിയ കക്കൂസ്, 2 കക്കൂസറ്റേ ഉള്ളൂ. എന്ത് വരിയാന്നറിയോ? ഒരു 50 ആളൊക്കെ വരിയുന്ന. ഞാൻ രാവിലെ പോയ സ്ഥലമാണിത്. അപ്പോൾ പണ്ട് ഒരാൾ പറഞ്ഞതുപോലെ ഈ പള്ളി ഉണ്ടാക്കിയാൽ ക്രിസ്ത്യൻസ് പോകും, മുസ്ലിം പള്ളി ഉണ്ടാക്കിയാൽ മുസ്ലിംസ് പോകും, ടെമ്പിൾ ഉണ്ടാക്കിയാൽ ഹിന്ദുസും പോകും. പക്ഷേ കക്കൂസ് ഉണ്ടാക്കിയാൽ ലോകത്തെല്ലാവരും പോകും. നോ പ്രായഭേദമന്യേ ഒരു സീനുമില്ല, നോ ഡിസ്ക്രിമിനേഷൻ, എല്ലാവരും എപ്പോഴും പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമക്ക് ഏറ്റവും നല്ല കക്കൂസാണ്. അത്രയും മഹത്തായ ഒരു സാധനമാണ് കക്കൂസ്. ഏത് സാഹചര്യത്തിലും നമ്മൾ വർക്കൗട്ട് ചെയ്യും, കുറച്ച് വെയിറ്റ് മാത്രം കിട്ടിയാൽ. അപ്പോൾ ഈ കണ്ണാസനിലാണ് എന്നൊരു ബൈസെപ്സിൻ്റെ കളി കളിക്കുന്നത്. ഈസിയാണ്. ജിമ്മും വെയിറ്റ് ഒന്നും വേണമെന്നില്ല, അതിനുള്ളൊരു മനസ്സും ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. കഴിക്കണോ? എന്താ അവസ്ഥ? രാവിലെ ഇറങ്ങി നിങ്ങൾ? രാവിലെ ഒരു 5-നൊക്കെ ഇറങ്ങിനോ? ഊട്ടിക്കഥ പറഞ്ഞപ്പോൾ എനിക്ക് മണാലി പോയിട്ട് വന്നു. ചില്ലിങ് എനിക്കൊന്നും സമാധാനമുണ്ട്. വെയിലൊന്നും മീൻ എടുത്തോണ്ടിരിക്കുക. കോൺസെൻട്രേഷൻ കോഴ്സ്.
രാവിലെ നമുക്ക് കുറച്ച് ടീമിനെ കിട്ടിയില്ലേ. നിങ്ങൾ എവിടുന്നാ? കിശ്ശേരി. ആ, അരീക്കോട് കിശ്ശേരി. അപ്പോൾ ഓലാണ് നേരത്തെ അവിടെ ഇതുണ്ടാക്കിയത്. അപ്പോൾ വിറക് ഭയങ്കര നനവായിട്ട് പറ്റിയിട്ടുള്ള മാഗി ഉണ്ടാക്കേണ്ടി അല്ലേ? എങ്ങനെയുണ്ട് ഊട്ടി തണുപ്പ്? രാവിലെ ഭയങ്കര തണുപ്പല്ലേ? അടിപൊളി. ക്രിസ്ത്യാനോ ഇവിടെ അധികം ആൾക്കാർ ഇറങ്ങാത്ത സ്ഥലമല്ലേ? ഇന്നലെ ബ്ലോക്കിലുള്ളതുകൊണ്ട് മാത്രമേ കുറേ ആൾക്കാർ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയല്ലേ? ഞാൻ തരാം കണ്ടില്ല കുറേ പ്രാവശ്യം വന്നിട്ടും. ഇതിൻ്റെ വേറെ സ്ഥലമുണ്ട് ഷൂട്ടിങ് സ്ഥലം, അവിടെ പോയിക്കണം. ഇവിടെ ഒന്നും ആരും വരില്ല. അങ്ങനെ അത് നിനക്കെങ്ങനെ അറിയാം? ഗോളി പോസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് കളിക്കാൻ ബുദ്ധിയുണ്ടോ? പക്ഷെ ഇത് നല്ല, നമ്മളെ നാട്ടിലൊക്കെ ആർട്ടിഫിഷ്യൽ ടർഫല്ലേ, ഇവിടെ നാച്ചുറൽ ടർഫല്ലേ. എന്തെങ്കിലും കിളീൻ്റെ വയ്യ കൂണ് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു ടീം ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഫാമിലി ഉള്ളതുകൊണ്ട് അഡ്വഞ്ചർ എടുത്തില്ല. ശരിക്കും ഇവിടെ വരുന്നവർക്ക് ഇവിടെ അടിക്കുക, ആർക്കും ഒരു പ്രശ്നമില്ല. നല്ല സമാധാനത്തിൽ അടിക്കാം. നല്ല ലൊക്കേഷനാണ്. അപ്പോൾ ഇനി ഊട്ടിയിൽ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലമില്ല സോമനെ. അടിപൊളി. ഞാൻ കേട്ടുന്ന ഒരു വണ്ടി ഇന്നലെ നിന്ന് ശരിക്കും അന്തിക്ക് ഊട്ടി വസ്ത്രത്തിൽ എത്തേണ്ടതാണ്. ഇപ്പം നമ്മൾ ഊട്ടി എത്തുന്നേ ഉള്ളൂ. എൻ്റെ നേരെ ഓന വണ്ടി ഒട്ടിയത് ഫുള്ള് ഓന ഒട്ടിയത്. അത് ഒന്ന് ഓണാക്കുക. ചാർജ് ചെയ്യണമെങ്കിൽ മറ്റേ കൊണ്ടുപോകണോനല്ലേ ഗൈഡ്. ഇപ്പൊ തന്നെ അറിയുന്നുണ്ടല്ലേ സോമനെ. ഓക്കെയാലോ, നമുക്ക് ആ മദ്രസയിലെ സ്കൂളിലൊക്കെ പോവാം. അപ്പോ എന്നതാ പരിപാടി? എന്താ അതൊരു പരി. അപ്പോ എന്നത്തെ പരിപാടി നമ്മളെ ഹോഴ്സ് സെർച്ച് ചെയ്യാണ്. നല്ല മസാല പറട്ടി നല്ല രസമുണ്ട്. ഓവനോന് ഉപ്പിലിട്ട് തരിക. ഈ കുന്ന മോനെ കുറച്ചൊരു അതിമോഹമായി പോകൂലേ? കയറാൻ കഴിയുന്നില്ലടോ, ഒടുക്ക തണുപ്പും. തണുപ്പായിട്ട് ഓക്സിജൻ കിട്ടില്ല അല്ലേ? തിരിഞ്ഞു പഠിക്കും. സോമനെ എന്താ കള്ളുടിച്ചവരൊക്കെ എന്താ സംഭവം? ഓടിയിട്ടോ? ഇതെന്താ അറിയാം, ഒന്നാമത് തണുപ്പുള്ളതുകൊണ്ട് വേഗം കിതപ്പ് വരും. ആദ്യം അവിടെ എത്തുന്ന നോക്കുക. ഓടി ഓടി ഓടിയോ. അപ്പം എനിക്ക് സ്റ്റാമിന കൂടിയില്ലല്ലേ. കൊറോണ സമയത്ത് തീരെ വർക്കൗട്ടോ കളരിയോ മാർഷൽ ആർട്സ് ഒന്നും പ്രാക്ടീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് അടുപ്പിച്ച് വർക്കൗട്ട് ഉണ്ട്, കുഴപ്പമില്ലാതെ ഡയറ്റിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റാമിന കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ലങ്സ് കപ്പാസിറ്റി ഒക്കെ. അപ്പോൾ മാരക ഫുട്ബോൾ പ്ലെയറാ, മാരക ഗോളിയൊക്കെ ചത്ത്. യെസ്, താങ്ക് യു. തിരുമ്പി വരും എന്ന് പറയടാ. എന്ത് തിരുമ്പി ഉറങ്ങാന്ന്? വടിവേലുമായി ആള്. ഒരു ചെറിയ കുട്ടിയാനെ വീണ് കിട്ടിയിട്ടുണ്ട്. ആൾ ഏകദേശം ചത്തുക്കണ്. എന്താ അവസ്ഥ? ഉറങ്ങരുത്, ഞാൻ എടുത്തോളാം, കുറെയൊക്കെ ഞാൻ എടുത്തോളാം. ക്ഷീണിക്കുമ്പോ പറയട്ടോ. അത്യാവശ്യം വരുന്നത് എത്ര വെയിറ്റാ? 56. എന്താ നെരുങ്ങി?
അതെ, നമ്മുടെ ചെക്കൻ ഇപ്പൊ പവർ കയറിയിട്ടുണ്ട്. കമാൺ കമാൺ, യെസ് യെസ്, ഓടിക്ക്, തകർക്കോട്ട് തകർക്ക്, പൊളിക്ക് ചാമ്പിയോട്, യെസ് 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 യെസ്. വട്ടച്ചുവടുകളുമായി ഇതാ മണ്ടല്ലേ. അങ്ങനെ ഊട്ടി എന്ന നഗരത്തിലൂടെ ഡ്രൈവർ സ്പൾബർ എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വശ്യമനോഹരതയുടെ ഊട്ടി ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. എന്തോ കക്കൂസും കുഴിയോ? നെവർ നെവർ. നാട്ടിൽ മൊത്തം പരിചയക്കാരുള്ള, ലോകത്തേടെ പോലെ പരിചയക്കാരുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഇത്, റൈഹാനത്ത് VP. എങ്ങനാ? എന്താ വർഷം? എന്താ പറയണ്ട? എന്തോ പറഞ്ഞില്ലോ. ക്യാമറ ഒന്നും എന്താ ഡീസന്റ് അല്ലേ? ഷോമോനെ, മരത്തിന്റെ മുകളിൽ കയറാ. ഇനി റെഡിയാണോ? മരത്തിന്റെ മുകളിൽ കയറാ. ചെക്കന്മാരെ പോസൊക്കെ ഞാൻ കാണിച്ചത്, ലേറ്റസ്റ്റ് ഫോട്ടോസ്. നല്ല പോസോ അല്ല ഒരുമാതിരി കോണത്തിലെ ഫോട്ടോ? ആ ഓക്കെ. പിന്നെ മലയാളാസിക്ക് കൈ പിന്നെ വേറെ കൈ ഇങ്ങനെ രണ്ട് കൈ ഞൊണ്ടി ഇങ്ങനെ ഞൊണ്ടി വെക്കൂലേ, ഞാൻ കാലിങ്ങനെ തെക്ക് വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ തൊപ്പിയോടെ പോയി? ജീവിതത്തിൽ ആദ്യം ഇത്രയും വലിയ പാള കണ്ട ഷോമാൻ. എന്താ ഷോമാനെ പറയാനുള്ളത്? ഞാൻ കയറില്ല, നീ കയറിയിരുന്ന ഞാൻ വലിച്ചരാ. ഇപ്പൊ ഷോമാൻ നമ്മളെ വലിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അമ്മേ എടാ, മതി ഇനിയും പോ. ബൊട്ടാണിക് ഗാർഡനിൽ കുറേ ആയിട്ട് വന്നിരിക്കുന്നു. പിന്നെ വളരെ കുറേ മുമ്പാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്. ഇപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ മുകളിൽ കയറി വെക്കാം. ഉമ്മയിപ്പൊക്കെ വേറെ സൈഡിലേക്ക് പോയി. ഞാൻ ഷോമനാണുള്ളത്. ഞങ്ങൾ പ്രാന്തന്മാരെ പോലെ നടക്കാറ് ഷോമനെ. മീനോ നാച്ചുറൽ പോണ്ടാന്ന് തോന്നുന്നല്ലേ? ഇതെങ്ങനെ ഇത്ര ഹൈറ്റില്ലല്ലോ നാച്ചുറൽ പോണ്ട് ഉണ്ടാക്കണല്ലേ? മലൻ്റെ മുകളിൽ. ആ ശരിയാ, നടുവിലും വരും. കൊള്ളാം. ഞാൻ ഇവിടെ നിന്നാല് ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ പുലിൻ്റെ ഷേപ്പിലൊരു വല, എന്തൊക്കെ ഉണ്ട് സംഭവം. റൈനോസർ പക്ഷെ ജീവനില്ലല്ലോ. അല്ല പടുകൂറ്റൻ യൂക്കാലിപ്സ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല. ഒരു 6 ആൾക്കാരെ വീതി ഉണ്ടാവും. പവർ സാധനം. ഫോട്ടോ എല്ലാം എനിക്ക് വീഡിയോ എടുത്തു തരാം. നല്ല യെസ്, ലെറ്റ്സ് ഗോ. ബില്ലതാടാ. ട്രക്കിങ് പിടിച്ച് കയറാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. നിരക്കണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. നിരങ്ങണ്ടില്ലേ ചില സ്ഥലത്ത്, ശ്രദ്ധിച്ച് കയറിക്കോ. മൈ ഗാഡ്, കുത്താനുള്ള കയറ്റല്ലേ. ചെറുതാണ് ബട്ട് ഇച്ചിരി റിസ്ക്കാ. അടിപൊളി. ഇവരെങ്ങാണ്ടാ മുകളിൽ വെള്ളം ഇങ്ങനെ ശേഖരിക്കുന്ന ശരിപ്പടെ ഭയങ്കര സ്ലോപ്പല്ലേ. ഇതെന്ത് വരാത്? എന്ത് വരാ മോനെ? വെറൈറ്റി ഇല്ലേ? ഓ ഇതില്ലേ കൊമ്പ് വെട്ടി കൊമ്പോ? ആദമാലയില്ലേ മൂപ്പരെ ആയുധങ്ങളാണ്. മുള്ളുവടി ഇഷ്ടമാര് കേക്കണ്ട. രാജാതിരാജ ഷോമോൻ രാജൻ എഴുന്നള്ളുന്നേ. പൊട്ടൻ ഷോമോൻ.
വാവ്. നടന്നോ? ലെഫ്റ്റിലേക്ക് പോ. ഇതെന്തത്? അഡ്വഞ്ചർ. ഞാനതിൽ കൂടെ പോയാൽ മരത്തുമ്പോ കുടുങ്ങിപ്പോ. ഈല തന്നെ റിവേഴ്സ് വന്നതാ. യെസ്, ലെറ്റ്സ് ഗോ. ഹായ് 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 ഹായ്. നല്ല പറ്റില്ലേ? സിറ്റ് 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 സിറ്റ്. അത് പുള്ളി ഇന്നല്ലേ വേക്കുലൊക്കെ പുള്ളി ഇന്നെ. നടന്നോ നടന്നോ. താഴെ നടക്കുക, അതിനെ കൂട്ടി നടക്കുക. താഴെ എടുക്കുക. താഴെ നടന്നോ. വരൂ, കൂടെ വരൂ, കൂടെ വരൂ. കൈ ഇങ്ങനെ ആക്കിവാ. എടക ഗുണ്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ടല്ലേ. ഇതെന്താ? ഫൈനലി തല നോക്കട്ടെ. ഗ്രോപ്രോ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫുള്ള് ഫയലാ. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കൊമ്പൂജോ ചാൻസ് കുറവല്ലേ?